ഇരിക്കുന്ന രണ്ടുപേരെയും നിങ്ങൾക്കറിയാം, പല സിനിമകളിലും ജോഡിയായി അഭിനയിച്ച, കോമഡി ജോഡികളായി അഭിനയിച്ച രണ്ട് വ്യക്തികളാണ്. എനിക്കൊന്ന് ഇവിടെ വന്നിട്ടും നിങ്ങൾ കൃത്യമായി തന്നെ ഈ സ്ഥലം തിരഞ്ഞെടുത്താണ് നിങ്ങളുടെ ജോഡിയായിട്ട് തന്നെ ഇരിക്കുന്നത്. കാരണം നമ്മുടെ പ്രായം നമ്മൾ നോക്കണമല്ലോ. കൊച്ചു പിള്ളേരുടെ അടുത്ത് ഈ കിളവനെന്തിനാ ആ കൊച്ചു കുട്ടിയുടെ അടുത്ത് ഇതാകുമ്പോൾ കുഴപ്പമില്ല. ചേട്ടൻ അത് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. അത് സമ്മതിക്കില്ല, ഒരു സ്ത്രീകളും ലോകത്ത് സമ്മതിക്കില്ല. പ്രായം സമ്മതിക്കാനും എങ്കിൽ പിന്നെ ഈ ഭൂലോകം ഇങ്ങനെ ഉരുണ്ട് വരണം. എന്റെ പ്രായം എപ്പോ ചോദിച്ചു. പിന്നെ പണ്ട് ശങ്കരേശൻ പറഞ്ഞു, എനിക്ക് രഞ്ജിത്തും അനിലും ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്മേറ്റ്സ് ആണ്. അല്ല, അത് അദ്ദേഹത്തിന് അപ്പൂപ്പനുമായിട്ടാണ് ക്ലാസ്മേറ്റ്. അദ്ദേഹത്തിന് അപ്പൂപ്പൻ പണ്ട് ശങ്കരാടിയേശൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ നടികളെന്ന് പറഞ്ഞാൽ അവർ മാത്രമാണ് ശരിക്ക് തന്തയ്ക്ക് പിറന്നവരുന്നത്. കാരണം ഒരു വാക്ക് പറഞ്ഞായിരിക്കും. 18 വയസ്സെന്ന് പറഞ്ഞാൽ ഇനി ഏത് വർഷം ചോദിച്ചാലും ശരി 19 ആവൂല. എനിക്ക് 40 കഴിഞ്ഞു. എത്ര വർഷം മുമ്പായിരുന്നു? കറക്റ്റ്, ഇതാണ് ടൈമിങ്. 20 വർഷത്തിന് മുമ്പ് ഇതാണ് ടൈമിങ് എന്ന് പറയുന്നത്. മനസ്സിലായി? കറക്റ്റാണ്. 40 വയസ്സ് കഴിഞ്ഞു എത്ര വർഷത്തിന് മുമ്പ്. ശരിക്കുള്ള ജോഡികളായിരുന്നു മനസ്സിലായി. രണ്ടുപേരും നല്ല ജോഡി പൊരുത്തം. കുടുംബകലഹം ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഞങ്ങള് കൊറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ചേച്ചി ചിലപ്പോ ഈ പരിപാടി കാണുമ്പോ ഉടനെ ഫോൺ ചെയ്തിട്ട് എന്താ ലളിതശ്രീ ചോദിക്കും. ചേട്ടൻ പിന്നെ കുറെ അനുഭവങ്ങൾ പറഞ്ഞു. ചേച്ചിയുടെ സിനിമാ അനുഭവങ്ങൾ ഇപ്പോഴത്തെ രവിചേട്ടനോട് ചോദിച്ചാൽ അതേ ചോദ്യത്തിന് മറുപടി ലളിത ചേച്ചി പറയാം. അതായത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് ജെൻസ് ഒരുപാട് കോമഡി നടന്മാർ വന്നിട്ടുണ്ട്. പക്ഷെ ഫീമെയിൽ ആർട്ടിസ്റ്റ് വളരെ കുറവായിരുന്നു. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ അവരുടെ ഇമേജ്, ഇപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഫീമെയിൽസിന് കോമഡി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു കുറവ്, ഡീഗ്രേഡ് ചെയ്തിട്ട് ആണെന്ന് പോലെ. പക്ഷെ കോമഡി ചെയ്യാൻ പറ്റിയാൽ ഏത് ക്യാരക്ടറും ചെയ്യാമെന്നുള്ളത് അത് അവരറിയാതെയാണ്, അവരുടെ അറിയാമെയാണ് അവർ പറയുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ, നേരെ മറിഞ്ഞു. കൽപ്പനയ്ക്ക് ശേഷം ഇന്ന് ഒത്തിരി ആർട്ടിസ്റ്റുകൾ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യാൻ തന്നെ ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. നിറയെ അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. ശ്രീലത ചേച്ചി, പങ്കജ് ചേച്ചി അങ്ങനെ വളരെ കുറവായിരുന്നു. അതെ അതെ അതെ. ഫിലോമിന ചേച്ചി ഫിലോമിന ചേച്ചി പിന്നെ പറഞ്ഞ പോലെ എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സും. പക്ഷേ ഇപ്പം പൊതുവേ ഉള്ളൊരു ആരോപണം പോലെ സ്ത്രീകൾ ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം അല്പം ഓവർ ആകുന്നുണ്ട് എന്നൊരു പല ചർച്ചകളും അങ്ങനെ ഒരു ആരോപണം പൊതുവേ നിലനിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അഭിനയിക്കാൻ തുടങ്ങിയ ശേഷമാണ് അങ്ങനെ ഒരു ആരോപണം. കഴിഞ്ഞ ദിവസം പറഞ്ഞു കോമഡി ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് ആളുകൾ തിരിച്ചറിഞ്ഞത് അങ്ങനെയാണോ. പല്ല് പോയത് അങ്ങനെ കേട്ടാ ഈ കോമഡിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഈ ഓവർ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം, ഈ വളിപ്പാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഓവർ എന്ന് പറയുന്ന ഒരു സാധനം കോമഡിയിലില്ല. പിന്നെ ലോജിക്ക്, വളരെ അധികം ലോജിക്ക് നോക്കിയാൽ നമുക്ക് ചിരിക്കാൻ പറ്റില്ല. വളരെ ഗൗരവമായിട്ടിരുന്നുകൊണ്ട് അതിന് ലോജിക്കില്ലല്ലോ എന്ന് ചിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ കേട്ടു, ചിരിച്ചു, കളഞ്ഞു. അതാണ് കോമഡി എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ലോജിക്കും ആലോചിച്ച് ഇതിങ്ങനെ സംഭവിക്കാമോ എന്നൊക്കെ ചൂഴ്ന്നിറങ്ങുന്നതിൽ കാര്യമില്ല. പിന്നെ ഓവർ എന്ന് പറയുന്നത് പലരും ഈ മനുഷ്യരെ ഓവറാണ്, പലരും പല സ്വഭാവക്കാരാണ് അല്ലേ. ഒരു വീട്ടിൽ ചെന്ന് നിങ്ങൾ തന്നെ ഞാൻ എൻ്റെ അച്ഛൻ മരിക്കുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പം മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് കണ്ണീര് മാത്രമേ വരുള്ളൂ. നിങ്ങൾ വരുമ്പോൾ എൻ്റെ അമ്മോ അച്ഛോ എന്ന് പറഞ്ഞ പലരും പല ക്യാരക്ടറാണ്. മനസ്സിലല്ലേ? അപ്പോൾ അതിൽ ഓവർ എന്ന് പറയുന്ന സാധനമില്ല. ഇപ്പോൾ ശിവാജി ഗണേശൻ പണ്ട് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പറയും ഓ ഭയങ്കര ഓവർ, വേറെ ഒരാളത് ചെയ്ത് നോക്കട്ടെ അപ്പോഴല്ലേ അറിയാവുള്ളൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം ഓവറാണ് ചെയ്തത്, പക്ഷെ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഓവറാണ് അദ്ദേഹം ചെയ്തിരുന്നു. മാറിയല്ലോ, മാറി. അദ്ദേഹം മലയാളത്തിലൊക്കെ വന്നപ്പോൾ ഇല്ലേ, മലയാള ആർട്ടിസ്റ്റിനെ മാറി എത്തി. അതേസമയത്ത് വീരപാണ്ഡ്യ കട്ടബൊമ്മനും മനോഹരയും ഒക്കെ 1.5 മണിക്കൂറുള്ള ഡയലോഗുകൾ അന്ന് പിന്നെ പ്രോംപ്റ്റിംഗ് ഇല്ല, സ്പോട്ട് റെക്കോർഡിംഗ് ആണ്, ഈ മൈക്ക് ഏറ്റവും മുകളിലാണ്. മനസ്സിലായില്ലേ? അപ്പം പതുക്കെ അന്ന് ഒരു രഹസ്യം പറയട്ടെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് മൈക്കിൻ്റെ ഒരു രഹസ്യം പറയട്ടെ, അന്ന് ഒരു രഹസ്യം പറയട്ടെ എന്ന് പറഞ്ഞാലേ കേൾക്കുള്ളൂ. അത്ര വ്യത്യാസം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നാണ്. അപ്പൊ ഈ ഓവർ എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. സംഗതി ആളുകൾ കാരണം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും ഇത് രണ്ടേ ഉള്ളൂ.
അല്ല അത് മാത്രമല്ല, സ്ത്രീകൾ വന്നതിന് ശേഷം ഇങ്ങനെ ഓവർ ആവുന്നു എന്ന് പറയുന്ന ആരോപണം തന്നെ ഇപ്പോഴത്തെ ഒരു സ്ത്രീ ലോകത്തിനോട് കാണിക്കുന്ന ഒരു അനീതിയല്ലേ എന്ന് ഞാൻ ഇല്ല അത് നമ്മൾ സ്ത്രീകൾ വന്നതിന് ശേഷം ഓവർ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ല സ്വന്തം സ്ത്രീകൾ സ്വന്തം അല്ല ഞാൻ ആരോപിച്ചതല്ല, അതാണ് ഞാൻ ഞാൻ ചോദിച്ചാ പല ഫോർ ചർച്ചകളിലും എക്സാമ്പിൾ കേട്ടിട്ടുള്ള ഒരു എവിടുന്ന് അത് കാര്യമാണ്. സ്റ്റാർട്ടായി? ഇത് പല ചാനലുകളിലും ഇപ്പം ഈ കോമഡിക്ക് ഇത്രയും തരംഗം ഉണ്ടായതിനു ശേഷം പല ചർച്ചകളും വന്നതിനിടയിൽ കേട്ട ഒരു കാര്യമാണ്. പെൺകുട്ടികളുടെ പിന്നെ എനിക്കൊരു സംശയം തീർക്കാനുണ്ട്. നേരത്തെ പറഞ്ഞു മിസ്റ്റർ രഞ്ജിത്തിനെയും മിസ്റ്റർ അനിലിനെയും കുറിച്ച് കൈരളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട മുഖങ്ങളാണെന്ന്. അപ്പൊ ഞങ്ങളെ ആർക്കും കൈരളിയിൽ ഇഷ്ടപ്പെടൂലേ? അല്ല അതല്ലേ ചേച്ചി, അതിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈരളിയിൽ സ്ഥിരം പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങളെ വിളിക്കാത്തത് കൊണ്ടല്ലേ ചിലപ്പോ ഈ പരിപാടി കണ്ടതിന് ശേഷം ഒരു മാറ്റം ഉണ്ടായിട്ട് വിളിക്കുമായിരിക്കും അല്ലേ? പ്രേക്ഷകർ നിങ്ങളെ കാണാനായിട്ട് കാത്തിരിക്കും. അല്ല ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അല്ല ലളിതശ്രീ പറഞ്ഞ ഒരു സമാനം ഞാൻ പറഞ്ഞോട്ടെ. ഇതില് സിനിമയെ സംബന്ധിച്ചും സീരിയലിനെ സംബന്ധിച്ചും ഒരു നടനെ സംബന്ധിച്ചും ടൈം എന്ന് പറയുന്നതാണ് മെയിൻ. കഴിവ് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞു സിനിമയിൽ ആരും വിളിക്കുന്നില്ല എന്ന്. നിങ്ങളുടെ സമയമായിട്ടില്ല എന്നാണ് അർത്ഥം. കഴിവിന് 20% സ്ഥാനവും 80% ഭാഗ്യവുമാണ് സിനിമ എന്ന് പറയുന്ന സാധനം. സിനിമയെ സംബന്ധിച്ചും സീരിയലിനെ സംബന്ധിച്ചും ഒരു നടനെ സംബന്ധിച്ചും ടൈം എന്ന് പറയുന്നതാണ് മെയിൻ. കഴിവ് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞു സിനിമയിൽ ആരും വിളിക്കുന്നില്ല എന്ന്. നിങ്ങളുടെ സമയമായിട്ടില്ല എന്നാണ് അർത്ഥം. കഴിവിന് 20% സ്ഥാനവും 80% ഭാഗ്യവുമാണ് സിനിമ എന്ന് പറയുന്ന സാധനം. നിങ്ങൾക്ക് ഇനി എത്ര കഴിവുണ്ടെങ്കിലും ശരി ആ സമയമായാലേ പറ്റൂ. ഉച്ചയ്ക്ക് 2:30 മണിക്ക് വരാനുള്ള ട്രെയിനിന് നിങ്ങൾ രാവിലെ 6 മണിക്ക് വെച്ചാൽ വണ്ടി വന്നില്ലല്ലോ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. 2:30 ആകുമ്പോൾ വണ്ടി വരും. അപ്പോഴേ 2:30 വണ്ടി വരുള്ളൂ. അനിയാ ഞാൻ പറഞ്ഞോട്ടെ, അല്ല 2:30 വണ്ടി വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് വരുള്ളൂ. അല്ല നിങ്ങൾക്ക് 2:30 വരും, 5 മണിക്ക് വരും, അടുത്ത ദിവസം അത് പറയാൻ നോക്കൂല. പക്ഷെ ആ ടൈം ആകുമ്പോൾ വന്നിരിക്കും. ആ ടൈം നമുക്കറിയില്ല. അത് മാത്രമല്ല പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആയിട്ട് വണ്ടി കയറരുത്. പിന്നെ ഞാൻ പറഞ്ഞേക്കൂ, ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും അതുല്യ നടൻ എന്ന് ഞാൻ അംഗീകരിക്കുന്നത് തിലകൻ സാറാണ്. തിലകനെ പോലെ ഒരു ആർട്ടിസ്റ്റ് ഞാൻ സത്യം പറഞ്ഞ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ് സിനിമയിൽ വന്നത്? അദ്ദേഹത്തിന് കഴിവില്ലാഞ്ഞിട്ടാണ്. ഈ കലാഭവൻ മണി ഈ കഴിവ് അയാൾക്ക് ഒരു 15 വർഷത്തിന് മുമ്പില്ലേ സമയം. രണ്ടാമത്തെ വയസ്സിൽ അഭിനയിച്ചു തുടങ്ങി. എടുക്കാൻ പറ്റില്ല ഏട്ടാ, വെയിറ്റ് കൂടുതലാണ്, എടുക്കാൻ പറ്റില്ല. ചേച്ചി എടുത്തോളൂ. അത് പറ്റാത്ത കാര്യമാണ്. ഉണ്ട്, ഒരാളുണ്ട്, NL ബാലേട്ടൻ. വെറുതെ ബാലേട്ടന്റെ എല്ലൊടിക്കുന്നു, കുടുംബമൊന്നും കളയുന്നില്ല. എല്ലൊടിയും. അല്ല ലളിത ചേച്ചിക്ക് ഒക്കെ എടുക്കാൻ ശേഷിയുള്ള ഒരാൾ എന്നാൽ ബാലേട്ടൻ തന്നെയാണ്. പക്ഷെ കൂടുതലും ഭർത്താവായിട്ട് അഭിനയിച്ചിട്ടുള്ളത് കൃഷ്ണൻകുട്ടി ആര്യേട്ടനാണ്. അല്ല എന്റെ കൂടെ കൂടുതൽ ഭർത്താവായിട്ട് അഭിനയിച്ചത് കൃഷ്ണൻകുട്ടി ചേട്ടൻ എന്റെ കൂടെ. പിന്നെ അല്ല സീരിയലിൽ തന്നെ ഞങ്ങള് ഒരുപാട് ഈ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പും അന്ന് ടെലിഫിലിമിന്റെ ഒരു കാലഘട്ടമായിരുന്നു. ഒരുപാട് എണ്ണത്തിൽ പുള്ളിയാണ് എഴിച്ച് നിൽക്കാൻ രാവിലെ തന്നെ വാട്ടർ ബറീസ് കാമ്പൗണ്ടൊക്കെ അടിച്ചോണ്ട് വരുന്നോണ്ടേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എന്റെ തോളിലാണ് കിടക്കുന്നത്. വേതാളം പോലെയാണ്, ഒരു ചെറിയ വേതാളം പോലെ. അതുപോലെ ഇപ്പം കോമഡി സഡനായിട്ടുണ്ടാകുന്ന പറഞ്ഞില്ലേ, അത് വളരെ ശരിയാണ്. അതിൻ്റെ ചെറിയൊരു ഉദാഹരണം, ഇപ്പം ഞാനും രവിയണ്ണനും കൂടെ ഒരു സീരിയലിൽ അഭിനയിക്കാനായിട്ട് വന്നപ്പോഴേ അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ അതിൻ്റെ എക്സിക്യൂട്ടീവ് നേരത്തെ വിളിച്ച് 12 മണിയെന്ന് പറഞ്ഞു. പക്ഷേ വണ്ടി വന്ന 3 മണിക്കാണ്. അപ്പം നമ്മളെ കാത്തിരുന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ അണ്ണൻ വണ്ടിയിലിരിക്കണ കാര്യം അറിഞ്ഞില്ല. ഞാൻ വളരെ സാവകാശമായിട്ട് വെട്ടിയും ബാഗും ഒക്കെ എടുത്ത് വന്നപ്പോൾ പുള്ളി ഇരിക്കണം. ഓഹോ, ഞാൻ ശ്രീവിദ്യ സുകുമാരി പിന്നെ അവരവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്. പക്ഷെ കാലടി ഓമനയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തമാശ ഉണ്ടാക്കി. ഇന്നിപ്പോൾ ഞങ്ങൾ വരാൻ സമയത്ത് പുള്ളിയുടെ വീടിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണാ ഞാൻ നസീർ സാറിനും സത്യ സാറിനും വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്, പൂജപ്പുര രവിക്ക് വേണ്ടി കാത്തിരിക്കാന്ന് പറഞ്ഞു. ആ സഡൻ കോമഡി കാരണം പുള്ളി അങ്ങ് പൊട്ടിച്ചിരിച്ചു. ഇത്രയും കാലത്തിന് ശേഷം ഒരു അവസരം കിട്ടിയതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് സത്യനെ കണ്ടിട്ടുണ്ട്, സത്യ സാറിനെ കണ്ടിട്ടുണ്ട്, നസീർ സാറിനെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അണ്ണ സുകുമാരി അമ്മയെ കണ്ടിട്ടുണ്ടോ? സുകുമാരി അമ്മ എന്റെ നായികയായിട്ട് അഭിനയം. അവർ ചുമ്മാ അണ്ണ അണ്ണ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ കാലടി ഓമന എന്ന് എന്നെ പറയുന്നു. ഇപ്പൊ കൽപ്പന എന്നെ കണ്ട കോലടി കാമന എന്നാ വിളിക്കണേ. അപ്പൊ അവിടെ എന്തോ വാസ്തവം ഇല്ലാതില്ല.
അതാണ് കുറച്ചുകൂടെ ആർട്ട് പേരല്ലേ. തപ്പോ